ഹലോ എവ്രി വൺ, ഞാൻ ഡോക്ടർ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. വജനസ്മസ് എന്ന് പറയുന്ന അസുഖം കാരണം ബുദ്ധിമുട്ടിലുള്ള ഒരുപാട് പേര് നമ്മൾക്കിടയിലുണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു പേര് തന്നെ അറിയില്ല. ചെറുപ്പത്തിലോ മറ്റോ സെക്സിനെ പറ്റി ആദ്യമായി എഡ്യൂക്കേഷൻ കിട്ടുന്നത് പ്രോപ്പർ അല്ലാത്തതിനാലോ, സ്കൂളിൽ നിന്നോ എവിടുന്നെങ്കിലും പ്രോപ്പറായ സെക്ഷൽ എഡ്യൂക്കേഷൻ കിട്ടാത്തതിനാലോ, പേടിപ്പിക്കുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷൻ കിട്ടിയതിൻ്റെയോ കാരണമാകാം ഇതിൻ്റെ ഒരു റീസൺ. സെക്സ് ചെയ്യാൻ പേടി കാരണം സെക്സിൽ ഏർപ്പെടാൻ പറ്റാതെ 10 വർഷം 15 വർഷം അങ്ങനെ 25 വർഷം വരെയുള്ള രോഗികളെ എനിക്ക് മാറ്റി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഒരു കാരണം കൊണ്ട് ഒരുപാട് കുട്ടികൾ മുന്നേ തന്നെ കല്യാണം കഴിഞ്ഞ് ഒരു 3 മാസം കൊണ്ടും 1 വർഷം കൊണ്ടൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ഓരോ അസുഖങ്ങളുണ്ടോ, ഈ അസുഖങ്ങളൊക്കെ വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ലേ, ഇങ്ങനെയൊന്നും എവിടെയും കേട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ഒരുപാട് രോഗികൾ എൻ്റെ വീഡിയോസ് കണ്ട് ക്ലിനിക്കിലേക്ക് വരികയും മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പേഷ്യൻസിൻ്റെ റിവ്യൂ വീഡിയോസ് അവരുടെ മുഖവും കാണിക്കാതെ ശബ്ദം മാറ്റി ചെയ്തപ്പോൾ ഇതൊക്കെ ഡമ്മി പേഷ്യൻസ് ആണ്, ക്ലയൻറ്റിനെ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെയുള്ള രീതിയിലും പലരും പറഞ്ഞു. അങ്ങനെ ഒരു ആശയത്തിലാണ് എൻ്റെ ക്ലയൻസുകളും നമ്മളെല്ലാവരും കൂടി ഇരുന്ന് വജനസ്മസ് സപ്പോർട്ടീവ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സമയത്ത് അവർ സ്വന്തം കഥ ഞങ്ങൾ തന്നെ പറയാമെന്ന് പറഞ്ഞു. ഞാനാണ് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയണ്ട, രജിസ്റ്റർ നമ്പർ മാത്രം പറയാം. ഇത് ശരിക്കുള്ള കഥയാണെന്നും ഇത്തരത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടെന്നും പ്രോപ്പറായ സെക്ഷൽ എഡ്യൂക്കേഷനും പ്രീമാരിറ്റൽ എഡ്യൂക്കേഷനും കൊടുത്തിരുന്നെങ്കിൽ ഇവർക്ക് സെക്സ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഭയം വരിക, ഇവരുടെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് ടൈറ്റാക്കി പിടിക്കുക, ഊര പൊന്തിക്കുക, മുഖമൊക്കെ ഒരുമാതിരി ഷേപ്പാക്കുക, പേടി കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുക, ചവിട്ടുക, മാന്തുക, ഇറങ്ങി ഓടുക, ഒരുമാതിരി സാധാരണമല്ലാത്ത രീതിയിലേക്കുള്ള ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് പേടി കൊണ്ട് അവരനുഭവിക്കുന്ന കാര്യം അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം അത്തരത്തിലുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ സ്വന്തം ശബ്ദത്തിലുള്ള ഒരു നറേഷൻ നിങ്ങൾക്ക് കേൾപ്പിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊന്ന് കേട്ട് നോക്കാം. വജനസ്മസ് പൂർണ്ണമായും സൈക്കോതെറാപ്പി മാത്രം യൂസ് ചെയ്ത് ഗുളികകളോ സർജറി ഒന്നുമില്ലാതെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ഒരുപാട് ഫ്രോഡുകൾ നിരന്നു നടക്കുന്ന സെക്ഷൽ ഏരിയാസിൽ പൈസ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു വീഡിയോ അനിവാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രജിസ്റ്റർ നമ്പർ 1349. എൻ്റെ കല്യാണം കഴിഞ്ഞ് 10 വർഷമായി. ഞാനും ഹസ്ബൻഡും ഇതുവരെ സെക്ഷലി കോണ്ടാക്റ്റിൽ പറ്റിയിട്ടില്ല. സെക്ഷലി ഫോർ പ്ലേ കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. എല്ലാവിധ സെക്ഷൽ ഫോർ പ്ലേക്കും ഞങ്ങൾ രണ്ടുപേരും ഓക്കെയാണ്. പക്ഷെ പെനിട്രേഷൻ്റെ സമയം വരുമ്പോൾ എനിക്ക് എവിടുന്നോ ഒരു പേടി വരികയും ബാക്കോട്ട് പോവുകയും കാല് ടൈറ്റാക്കി പിടിക്കുക, ഹസ്ബൻഡിനെ തള്ളി മാറ്റുക, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതുകൊണ്ട് തന്നെ വജൈനൻ്റെ ഭാഗം ഹോള് ക്ലോസ് ആയ പോലെ, അതായത് അവിടെ ഒരു വാളുള്ള പോലെ, ഒരു എല്ലൊക്കെ നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ ഈ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് പല പ്രാവശ്യം നമ്മൾ ശ്രമിച്ചപ്പോഴും പെയിന് പോലെ തോന്നുകയും ഒക്കെ ആയിട്ട് ഇതായിരുന്നു. കുറച്ച് കാലം നമ്മൾ പിന്നെ ഫോർ പ്ലേ കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങിക്കൂടി. അങ്ങനെ ട്രൈ ചെയ്യുന്നത് ഒരു ട്രോമയാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ പുറത്ത് ഒരു പാർട്ടി ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഈ കുട്ടികളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ചോദിക്കുന്ന പിന്നെ വർക്കിലായാലും പഠനത്തിലായാലും ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ സ്ട്രെസ്സുകൾ എനിക്കൊന്നിനും കഴിയൂല. എനിക്ക് കഴിയാത്തതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നിനും കഴിയൂല, ഞാനൊരു കഴിവില്ലാത്തവളാണെന്ന് ഒരു തോന്നൽ എനിക്ക് തന്നെ വന്നു തുടങ്ങി. എൻ്റെ 18ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിയുന്നത്. കല്യാണം കഴിയുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം എൻ്റെ നെയ്ബർ വന്നിട്ട് ഒരു അയൽവാസി വന്നിട്ട് എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു. ഇങ്ങനെ കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ സെക്സിൽ ഏർപ്പെടും, അപ്പോൾ ചിലർക്കൊക്കെ പൊട്ടിമുറിയാവും, സ്റ്റിച്ച് ഇടേണ്ടി വരും, ആ ഭാഗങ്ങളിൽ സ്റ്റിച്ച് ഇടേണ്ടി വരും, അങ്ങനത്തെ ഒരു സ്റ്റോറി. അതിൽ നിന്നാണ് ഞാൻ
ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആ ട്രോമ, ആ സ്റ്റോറി കേട്ട ട്രോമയാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ച് നിർത്തണം. പിന്നെ എനിക്ക് ഒരു നമ്മളെ ലൈഫിൽ ഒരു സ്റ്റക്കായ അവസ്ഥ, അതായത് നെക്സ്റ്റ് ഇത് നടക്കാതെ ഒന്നും നടക്കുന്നില്ല. പക്ഷെങ്കിൽ ഇതാണ് അതിൻ്റെ കാരണം എന്നൊന്നും നമുക്കറിയില്ല. ഫാമിലീൻ്റെ ഭാഗത്തുനിന്നൊന്നും നമുക്ക് ഒരു ട്രിഗറിങ്ങോ അങ്ങനത്തെ ഒന്നുമില്ല. ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവാണ്. ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും കുട്ടികളില്ലാത്തതിൻ്റെ പേരിലോ അങ്ങനെ ഇനിയിപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ അങ്ങനെ ഒരു ഇറിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യലൊന്നുമില്ല. പിന്നെയും എൻ്റെ ഫാമിലീൻ്റെ ഭാഗത്തു നിന്നാണ് എനിക്ക് കുറച്ചും കൂടി ഇമോഷണലി അല്ലെങ്കിൽ കുറച്ച് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. എൻ്റെ ഉമ്മയാണെങ്കിലും കസിൻസ് ആണെങ്കിലും ഒക്കെ എന്നെ സപ്പോർട്ടീവ് ചെയ്തിട്ട് ആരും അങ്ങനെ ഇല്ല. എനിക്കതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിൽ കസിൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറഞ്ഞു വന്ന് അതൊക്കെ ഞാൻ ബാക്ക്വേർഡാക്കി വെച്ച് ഫുൾ സ്ട്രെസ്സിൽ ഉള്ള പല ദിവസവും ഞങ്ങൾ ഫോർപ്ലേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ ഹാപ്പി, അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കതിനോടൊന്നും ഒരു പേടി വരിക. നെക്സ്റ്റ് ഇനി പെനിട്രേഷൻ ആണല്ലോ, നെക്സ്റ്റ് ഇനി പെയിൻഫുൾ ആണല്ലോ, അങ്ങനെ ഒരു തോന്നൽ വന്ന് ഞാനിതിന്ന് ഒഴിഞ്ഞു മാറാൻ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, അല്ലെങ്കിൽ കാല് കുഴഞ്ഞു പോയി, എനിക്ക് അവിടെ പെയിന്, എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ട്, തലവേദനയ്ക്കുണ്ട്, അങ്ങനെ ഓരോ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഫോർപ്ലേ അവിടെ അവസാനിപ്പിക്കും. അത് കാരണം തന്നെ ഹസ്ബൻഡിന് അത് കുറേ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എനിക്ക് സങ്കടം വരും. ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതിലല്ല, എനിക്കിതിന് കഴിയണില്ലല്ലോ എന്ന് തോന്നിയിട്ട് എനിക്ക് സങ്കടം വരും, കരയും, അങ്ങനെ അപ്പം എന്നും ഈ ഫോർപ്ലേ സ്റ്റാർട്ട് ചെയ്ത മിക്ക ദിവസങ്ങളിലും എനിക്കത് കണ്ടിന്യൂ ചെയ്ത, അതായത് ഹസ്ബൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അവസാനിക്കും. പല ദിവസങ്ങളും നമ്മൾ തമ്മിലൊരു കണ്ടീഷൻ ഉണ്ടാവും, ട്രൈ ചെയ്ത് നോക്കണ്ട, ജസ്റ്റ് ഫോർപ്ലേയിൽ മാത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ കംഫർട്ടബിളാണ് ആ ഒരു ഇതിൽ. ചില ദിവസങ്ങളിൽ എനിക്കറിയാതെ എവിടുന്നോ ഒരു റിഗ്രറ്റ് വരും. ആ ദിവസങ്ങളിൽ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഈ ഒരു അവസ്ഥയിലൂടെ ഒരു 5-8 വർഷം കടന്നു പോയപ്പോഴത്തേന് ഞാൻ പഴയ ഞാനല്ല. ആദ്യം ഞാൻ എങ്ങനെയായിരുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എന്ത് ഡിസിഷൻസും എനിക്ക് എടുക്കാൻ എളുപ്പമായിരുന്നു. എൻ്റെ സ്റ്റഡീസിലാണെങ്കിലും എന്തായാലും എനിക്ക് കണ്ണിങ്ങായിട്ടൊരു ഡിസിഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു എനിക്കായിട്ടൊരു തീരുമാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്നെ എവിടെ നഷ്ടപ്പെടുത്തിയ പോലെയാണ്. കാരണം എനിക്ക് ഫാമിലിയിലൊന്നും സന്തോഷമായിട്ട് നിൽക്കാൻ കഴിയില്ല. ഉമ്മ അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് ചെറിയ കാര്യം പറഞ്ഞാൽ ആ ചെറിയ കാര്യത്തിന് അടി ഉണ്ടാക്കുക, എല്ലാവരുമായിട്ടും വഴക്കാവുക, വീട്ടിൽ കരയുക, പെട്ടെന്ന് കരച്ചിൽ വരിക, പെട്ടെന്ന് സങ്കടം വരിക, ഈ ഇമോഷന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക, രാത്രി ഫുള്ള് ഇരുന്ന് കരയുക, പകലും ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും അടിപിടി ഉണ്ടാക്കും. ഞങ്ങൾ പരസ്പരമുള്ള ഇമോഷണൽ ഒരു കട്ടായി. നമുക്ക് പരസ്പരം എവിടെ സ്നേഹിക്കാൻ മറന്ന പോലെ ഞങ്ങൾ എവിടെ ഞങ്ങൾ തമ്മിലൊരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാതായ പോലെയൊക്കെ ഫീൽ ചെയ്തു തുടങ്ങി.
ഇത് ലൈഫിനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇത് ലൈഫിനെ അഫക്റ്റ് ചെയ്യാണ്. ഇത് ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും കണ്ടും ഇഷ്ടമുണ്ടെങ്കിൽ കൂടി ഇതൊക്കെ ഞങ്ങളെ അഫക്റ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലായി. ഞങ്ങളെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കുകയാണെന്ന് മനസ്സിലായപ്പോഴാണ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് എന്നെ വീട്ടിൽ നിന്ന് മാറ്റി സ്റ്റഡീസിനെന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്റ്റലിൽ പോയത്. അങ്ങനെ യൂട്യൂബിൽ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്താണ് അമീന മാഡത്തിൻ്റെ വീഡിയോ കാണുന്നത്. അബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിൽ ഇങ്ങനൊരു ഇത് നടക്കുന്നുണ്ട് എന്ന് അറിയും ഒക്കെ ചെയ്തത്. ആ സമയത്ത് സ്റ്റഡീസിൻ്റെ സമയമായത് കൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് ഒരു തീരുമാനം എടുത്തു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതൊന്ന് റെഡിയാക്കി തെറാപ്പി ചെയ്ത് ഇതൊന്ന് റെഡിയാക്കിയിട്ടേ ഇനി മുന്നോട്ടുള്ളൂ എന്നുള്ള ഇത് വെച്ചതിന് ശേഷം ഞാൻ അമീന മാഡത്തിൻ്റെ ക്ലിനിക്കിൽ വരികയും കൺസൾട്ടേഷൻ നടത്തുകയും ചെയ്തപ്പോൾ മാഡം ഉറപ്പിച്ച്, അതായത് ടെസ്റ്റ് ചെയ്ത് ഇത് വജൈനസ്മസ് ആണെന്ന് ഉറപ്പിച്ച് അതിന് ശേഷം തെറാപ്പിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ അടുത്ത സെക്ഷൻ മുതൽ തെറാപ്പിക്ക് ജോയിൻ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതേ പ്രശ്നം എൻ്റെ അതേ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒത്തിരി പേര് അവിടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഈ തെറാപ്പി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ കുറേ പേരെ പരിചയപ്പെട്ടു. അവർ ഓരോരുത്തരും പല സിറ്റുവേഷനിൽ പല രീതിയിൽ ഇതിനെ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ തെറാപ്പി കണ്ടിന്യൂസ് ആയി മുന്നോട്ട് പോയി ഒരു 5-8 സെക്ഷൻ ആയ സമയത്ത് എനിക്ക് തന്നെ കോൺഫിഡൻസ് വന്നു. ഇത് കഴിയും. കാരണം ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ഓരോരുത്തർ റെഡിയായി പോകുന്നു. അങ്ങനെയൊക്കെ കാണുമ്പോൾ ആദ്യം വന്നവരിതൊക്കെ റെഡിയായി പോകുന്നു. അപ്പം എല്ലാവരും റെഡി ആവുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. ആ സമയത്ത് ഞാൻ സ്വന്തമായിട്ട് 1 ഫിംഗറൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ലൈഫിൽ. അങ്ങനെ ഓരോരോ സെക്ഷൻ പതിയെ കഴിഞ്ഞ് തരുന്ന എക്സസൈസ് എല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മാഡം പറയുന്ന രീതിയിൽ മുന്നോട്ട് പോയി. ഒരു 10ാമത്തെ സെക്ഷൻ എത്തിയപ്പോൾ സെക്ഷൻ കഴിഞ്ഞ് വന്ന സമയത്താണ് ഞങ്ങളോട് ഇതേപോലെ എക്സസൈസൊക്കെ ചെയ്തതിന് ശേഷം ഒരു 3 ദിവസം മാഡം പറഞ്ഞ സമയത്ത് ട്രൈ ചെയ്ത് അത് സക്സസ് ആയി എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം അത് സെക്സ് എൻജോയ് ചെയ്തതിലല്ല, ഇത്രയും കാലം കാത്തിരുന്ന ഒരു സംഭവം 10-11 വർഷത്തോളം ഞങ്ങൾ കാത്തിരുന്ന എന്തിനായിരുന്നു അത് സക്സസ് ആയത് ആലോചിക്കുമ്പോൾ ഇമോഷണലി ഞങ്ങൾ രണ്ടുപേരും ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ സമയത്ത് രണ്ടുപേരും കരഞ്ഞുപോയി. എന്തിനാണെന്നറിയില്ല, സന്തോഷത്തിലാണ്, അല്ല പെയിൻഫുള്ളായിട്ടോ അങ്ങനെ ഒരു സംഭവത്തിലല്ല. ഭയങ്കര സന്തോഷം, മെൻ്റലി റിലാക്സായി. എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനം, എനിക്ക് അത്രയും കാലമില്ലാത്ത സന്തോഷം ഒക്കെ ആ ഒരു സമയത്ത് കിട്ടി. എന്തിനായിരുന്നു ഇത്രയും കാലം ഇത് ആലോചിച്ച് നഷ്ടപ്പെടുത്തിയെന്ന് ആലോചിച്ച് ഒരു റിഗ്രറ്റ് തോന്നിയെങ്കിലും, പക്ഷേ ബാക്കിയുള്ളതും കൊണ്ടൊക്കെ എങ്ങനെ ആ സന്തോഷം പറയാനും കൂടി അറിയില്ല. അത്രയും സന്തോഷമായിരുന്നു. ഞാൻ എന്നിട്ട് ഇതറിയുന്ന എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നറിയുന്നത് അവിടെ അബ്സല്യൂട്ട് മൈൻഡിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ട കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ. എനിക്കതുകൊണ്ട് അവരോട് മാത്രമേ ഉള്ളൂ ഇത് സക്സസ് ആയി എന്നുള്ളത് പറയാൻ കഴിയുന്നത്. അപ്പം ഞാൻ അവരിലുള്ള കുറച്ച് പേർക്കൊക്കെ അന്ന് തന്നെ വിളിച്ച് മാഡത്തിന് അപ്പം തന്നെ മെസ്സേജ് ഇട്ടു. എങ്ങനെയൊക്കെയാണോ എന്താണോ അവിടെ ചെയ്യേണ്ടതെന്ന് അറിയാതെ അന്ന് രാത്രി ഫുള്ള് ഉറങ്ങാനേ കഴിയില്ല. മനസ്സ് ഫുള്ള് സന്തോഷം. പിറ്റത്തെ ദിവസം ഫുൾ എനർജി. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ എനിക്കെന്തോ അറിയില്ല, ഫുള്ള് എവിടുന്നോ ഒരു എനർജി കിട്ടിയ പോലെ ഒരു ഫീലിംഗ്.